ഹലോ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഒരു ഊണ്. സ്റ്റേ ഹെൽത്തി. ഇന്നത്തെ ഊണിന് നമ്മൾ എരിശ്ശേരിയാണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഒരു കപ്പ് വൻപയർ എടുത്തിട്ടുണ്ട്. അത് 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയിട്ട് എടുത്തതാണ്. നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഒരു കുക്കറിലേക്ക് നമുക്ക് അതിടാം. ഒരു കഷ്ണം മത്തങ്ങ കുഞ്ഞായി അരിഞ്ഞത്, 3 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പിലയും കൂടി അതിലേക്ക് ചേർക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുഞ്ഞായി അരിഞ്ഞത് കൂടി ചേർക്കുന്നുണ്ട്. 2 കപ്പ് വെള്ളത്തിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. എരിശ്ശേരിക്ക് ആവശ്യമായ അരപ്പിന് വേണ്ടി 1 കപ്പ് തേങ്ങ ചിരകിയത്, 5 അല്ലി കുഞ്ഞുള്ളിയും 4 അല്ലി വെളുത്തുള്ളിയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ജീരകം, 1 കപ്പ് വെള്ളം. എല്ലാം നമുക്ക് നന്നായി അരച്ചെടുക്കാം. ഇതേപോലെ നല്ല അരപ്പായിട്ട് വേണം കിട്ടാനായിട്ട്. മത്തങ്ങ വൻപയർ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് സ്പൂൺ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇപ്പം നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് തന്നെ നമ്മുടെ മിക്സിയിൽ അരച്ചെടുത്ത തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ച് നന്നായി തിളപ്പിച്ച് എടുക്കാം. നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്കിതൊരു ചട്ടിയിലേക്ക് മാറ്റാം. ഞാനിതിപ്പോൾ ഒരു ചെറിയൊരു ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ കറി നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇത് ഒത്തിരി നമ്മൾ ഇതിൻ്റെ വെള്ളം വറ്റിച്ച് കളയേണ്ട ആവശ്യമില്ല. കാരണം ഇത് ചട്ടിയിൽ വെക്കുന്തോറും ഇത് കുറുകി വരും. അപ്പോൾ കുറച്ച് വെള്ളത്തോടുകൂടി തന്നെ നമുക്കിതിലേക്ക് നമ്മുടെ കടുകൊക്കെ പൊട്ടിച്ച് ഇടാം. ഇനി എരിശ്ശേരിക്ക് ആവശ്യമായ തേങ്ങ നന്നായി വറുത്തെടുക്കാം. അതിനായി ഒരു ചെറിയൊരു ചീനിച്ചട്ടി ചൂടാക്കി 1 സ്പൂൺ എണ്ണ ഒഴിച്ച് 1.5 കപ്പ് തേങ്ങ ചിരകിയത് നന്നായി ഒന്ന് ബ്രൗൺ കളറാവുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തേങ്ങയുടെ നിറം ഒന്ന് പതുക്കെ മാറിയിട്ടുണ്ട്. ഇത് നല്ല ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റിയെടുക്കണം. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ആദ്യം തന്നെ കടുക് പൊട്ടിച്ചിടാം. 2 ടേബിൾ സ്പൂൺ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ച് കുറച്ച് കുഞ്ഞുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ചുമന്ന മുളകും ഒരല്പം മുളക് പൊടിയും കൂടി ചേർത്ത് നമുക്ക് നന്നായി ചൂടാക്കിയതിന് ശേഷം നമുക്കത് കറിയിലേക്കിടാം. ഒന്ന് പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് നമ്മുടെ തേങ്ങ വറുത്ത് വെച്ചത് പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇപ്പോൾ നമ്മുടെ എരിശ്ശേരി വിളമ്പാനായിട്ട് തയ്യാറായിട്ടുണ്ട്. വറുത്ത തേങ്ങ ഇടുമ്പോൾ തന്നെ നല്ല ഫ്ലേവറാണ് ഈ എരിശ്ശേരിക്ക് വരുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ സ്പൂൺ കൊണ്ട് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു ഊണിലേക്ക് ചൂട് ചോറിൻ്റെ കൂടെ മത്തങ്ങ എരിശ്ശേരിയും പിന്നെ ഞാനൊരു മുട്ട വറുത്തത് വയ്ക്കുന്നുണ്ട്. പിന്നെ 2 പപ്പടവും പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ റെഡിയാക്കി എടുത്ത പാവയ്ക്ക കൊണ്ടാട്ടവും. അപ്പോൾ എല്ലാവരും ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്യണം. ഷെയർ ഹാപ്പിനെസ്, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.